ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്കറിയാമോ നമ്മുടെ ഫേസിൽ 57 മസിൽസ് ഉണ്ടെന്നാണ് ഫേസ് യോഗയിൽ പറയുന്നത്. അല്ലാതെ റിസർച്ച് പറയുന്നത് 43 മസിൽസ് ഉണ്ടെന്നാണ്. എന്തൊക്കെയായാലും നമ്മുടെ ഈ ഫേസിലുള്ള മസിൽസാണ് നമ്മൾക്ക് ഫേസിന് ഷേപ്പിനെ തരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ പുറത്തുള്ള ആളുകളിലേക്ക് കാണിക്കുന്നത്. നമ്മൾ ചിരിക്കുമ്പോൾ ഭംഗിയാക്കുന്നത്, നമ്മൾ ചിരിക്കുമ്പോൾ കണ്ണിൻ്റെ ഇവിടെ റിങ്കിൾസ് ഇല്ലാமல் വരുന്നത്, നമ്മളുടെ ഫേസിന് നല്ല ഭംഗി ഉണ്ടാകുന്നതൊക്കെയും ഈ മസിൽസിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ്. ഒരു ആൻറ്റി ഏജിങ് ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്കും, അതായത് എപ്പോഴും ഞാൻ പറയുന്നു ആൻറ്റി ഏജിങ് ആഫ്റ്റർ 25, ആഫ്റ്റർ 30 ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. സോ എക്സ്പെഷ്യലി എബോവ് 40 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെയൊക്കെ കുറച്ചൊക്കെ റിങ്കിൾസ് കണ്ടു തുടങ്ങും, ഇവിടെ കണ്ടു തുടങ്ങും, ഇവിടെ ഫൈൻ ലൈൻസ് കണ്ടു തുടങ്ങും, ചെറിയ ചെറിയ വരകളൊക്കെ കണ്ടു തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള വരകൾക്കും ചുളിവുകൾക്കും നമ്മൾ ഫേസ് പാക്ക് ഇടുന്നതും ഫേസ് സ്കിൻ കെയർ ചെയ്യുന്നതും ഒക്കെ തന്നെ ഒരു നല്ല ട്രീറ്റ്മെൻറ്റാണ്. നമ്മൾ അതിനനുസരിച്ചുള്ള ഫുഡ് എടുക്കുന്നതും നല്ല ട്രീറ്റ്മെൻറ്റാണ്. ഇതൊക്കെ അല്ലാതെ തന്നെ ഒരു കാര്യം ചെയ്യണം. നമ്മൾക്ക് ഫേസിലെ മസിൽസിനെ ഒന്ന് ആക്റ്റീവ് ആക്കാനും അതിനെ ലൂസാക്കാതെ സാഗ് ചെയ്യാതെ, അതായത് ഭൂമിയുടെ അട്രാക്ഷൻ താഴോട്ടെന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഫേസിൻ്റെ മസിൽസും ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മസിൽസും ഒക്കെ താഴോട്ടാണ് സാഗായി വരുന്നത്. അതിനാണ് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഇങ്ങനെ കിടക്കുന്ന വീഡിയോസൊക്കെ കാണിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഫേസിന് ചിലർക്ക് കുറച്ച് ഏജ് ആകുമ്പോൾ ഫേസ് ഇങ്ങനെ വലുതായി വരും, അല്ലെങ്കിൽ ഫേസിന് ഇവിടൊക്കെയും ഇങ്ങനെ റിങ്കിൾസ് വരും, ഇവിടെ റിങ്കിൾസ് വരും, ഇവിടെ റിങ്കിൾസ് വരും, കവിളൊക്കെ ഇങ്ങനെ ഒട്ടിപ്പോവും, ജോ ലൈൻസ് ഒന്നും കാണത്തില്ല, ഡബിൾ ചിന്നൊക്കെ ഉണ്ടാകും. സോ അതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ഇന്ന് കുറച്ച് അത്യാവശ്യത്തിന് മാത്രമുള്ള കുറച്ച് ഫേസ് യോഗ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഫേസ് യോഗ നോക്കാം. ഫേസ് യോഗ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ഫേസിൽ ഒന്ന് മേക്കപ്പ് ഒക്കെ മാറ്റിയിട്ട് നമ്മൾക്ക് കുറച്ച് ആൻറ്റി ഏജിങ് ഓയിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്യാം. നമ്മളുടെ സ്റ്റോറിൽ ആൻറ്റി ഏജിങ് ഓയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഡീറ്റെയിൽസിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആൻറ്റി ഏജിങ് ഓയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ആൻറ്റി ഏജിങ് ഓയിൽ കയ്യിലെടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്നിങ്ങനെ ചൂടാക്കാം. ഇവിടെ കുറച്ച് നല്ല തണുപ്പും നല്ല ഒരു ക്ലൈമറ്റാണ്, ഊട്ടി പോലെയാണ് ഇപ്പോൾ ചെന്നൈയിലെ ക്ലൈമറ്റ്. അതുകൊണ്ടാണ് സ്വെറ്റ് ഷർട്ട് എടുത്തിട്ടത്. സോ ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് അപ്ലൈ ചെയ്യാം. ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം ഒരു ബ്യൂട്ടി കോഷ്യസിൻ്റെ പേരിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ലിപ്സ്റ്റിക് ഒന്നും ഇടണ്ട. ഇപ്പം ഇതെല്ലാം പോകും തേക്കുമ്പോൾ. നല്ലതായിട്ട് എന്തുമാത്രം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമോ അത്രയും തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 10 to 15 ഡ്രോപ്സ് അപ്ലൈ ചെയ്യും. നമ്മൾ ഫേസ് യോഗ ചെയ്യുന്നതിന് മുന്നേ ഫേസ് ഒരുപാട് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വലിഞ്ഞിട്ട് റിങ്കിൾസ് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾക്ക് എണ്ണ നിറയെ പുരട്ടിയിട്ട്, കാണാമോ ഈ ഒരു മാർക്ക് പതുക്കെ പോകുന്നുള്ളൂ. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ബിക്കോസ് ഫീവറിൽ വന്ന മാർക്കായതുകൊണ്ട്. കണ്ണിൻ്റെ പുറത്തും തേച്ച് കൊടുക്കാൻ മറക്കരുത്. ഇനി നമ്മൾക്ക് വേണ്ടത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ സ്പൈനൽ കോഡ് സ്ട്രെയിറ്റ് ആയിരിക്കണം. ഞാൻ എവിടെ നോക്കി സംസാരിക്കുന്നത്? നമ്മളുടെ സ്പൈനൽ കോഡ് സ്ട്രെയിറ്റ് ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ എന്ത് പോസ്ചർ എന്ത് ഇത് ചെയ്താലും ഇങ്ങനെ ഇരുന്നുകൊണ്ട് ചെയ്യുമ്പോൾ സ്പൈനൽ കോഡ് സ്ട്രെയിറ്റ് ആകുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്കതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുക. സോ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. നമ്മളുടെ ഫേസിലുള്ള മസിൽസ് വീക്ക് ആകുമ്പോഴാണ് നമ്മൾക്ക് റിങ്കിൾസ് വരാൻ തുടങ്ങുന്നതും, നമ്മളുടെ ഫേസ് താഴേക്ക് തൂങ്ങുന്നതും, ഫേസിൻ്റെ ഷേപ്പൊക്കെ പോകുന്നതും, നമ്മളുടെ പ്ലംപി ഫേസ് ഒക്കെ പോകുന്നതും. സോ നമ്മൾ ദിനം പ്രതി കെയർ ചെയ്യുമ്പോഴേക്കും ഫേസ് പാക്ക് ഇടുക, അല്ലെങ്കിൽ ഫേസ് യോഗ ചെയ്യുക, ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതൊക്കെ ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് നല്ലൊരു ഗ്ലോ ആണ് കിട്ടുക. ഓക്കെ, എണ്ണ ഞാൻ തേച്ച് കൊടുത്തു. നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ നാക്കിനെ നമ്മളുടെ ചുണ്ടിൻ്റെ താഴെയോട്ടും മേളിലേക്കും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ സൈഡിലോട്ടും ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും. സ്റ്റാർട്ട് ചെയ്യാം.
ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് ഇവിടെ ആ ഒരു എഫക്റ്റ് നന്നായിട്ട് ഫീൽ ചെയ്യും. ജോ ലൈൻസ് നന്നായിട്ട് തെളിഞ്ഞു വരികയും ചുണ്ടിന് ചുറ്റുമുള്ള റിങ്കിൾസ് ഒക്കെ മാറി, ഇവിടെയൊക്കെ വരുന്ന റിങ്കിൾസ് ഒക്കെ മാറി നല്ല മസിൽസിന് നല്ല ബലം കിട്ടി നമ്മൾക്ക് നല്ലൊരു ഡിഫൈൻ ഷേപ്പ് ഫേസിന് കിട്ടുന്നതാണ്. അടുത്തത് ചെയ്യാം. അടുത്തത് നമ്മുടെ നാക്കിനെ നമ്മളുടെ ചീക്സിൽ കൊണ്ടുവന്നിട്ട് പുള്ള് ചെയ്തിട്ട് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും 5 ടൈംസ് 5+5 റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും. എത്രത്തോളം നമ്മളുടെ മസിലിന് സ്ട്രെയിൻ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ടാണ് നമ്മൾ ആൻറ്റി ഏജിങ് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇത് ചെയ്യുന്നത്. അടുത്തത് നമ്മളുടെ നാക്കിനെ ഫുള്ള് ഇതുവഴി ഇങ്ങനെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് സർക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ചീക്ക് ബോൺസിൻ്റെ മസിൽസ് നല്ല സ്ട്രോങ് ആകുകയും ജോ ലൈൻസ് നല്ല ഡിഫൈൻ ആകുകയും നമുക്ക് നല്ല ഷേപ്പ് കിട്ടുകയും ചെയ്യും. ഫേസ് തൂങ്ങാതെ ചുളിവുകളൊന്നും വീഴാതെ ഇരിക്കും. ഇപ്പോൾ നമ്മൾക്ക് ഒത്തിരി കവിളുകളൊക്കെ ഒരുപാട് വീങ്ങി ഫേസൊക്കെ വീങ്ങിയിട്ടുള്ളവർക്ക് ഫേസ് ഒന്ന് സ്ലിം ആക്കാനും ഇവിടെ ചുറ്റിനുമുള്ള റിങ്കിൾസ് ഒക്കെ മാറ്റാനും ജോ ലൈൻസ് ഡിഫൈൻ ആവാനും കണ്ണിൻ്റെ ഇവിടെയുള്ള ചുളിവുകളൊക്കെ മാറ്റാനുമായിട്ടുള്ള ഫേസ് യോഗയാണ് ചെയ്യുന്നത്. ചുണ്ടിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഒരു സൈഡിലോട്ട് കൊണ്ടുവരുവാണ്. ഒരു 6 സെക്കൻഡ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ സ്പീഡിൽ. സിക്സ് കൗണ്ട്സ് ഈ സൈഡിലോട്ട് വെക്കുക, 6 കൗണ്ട് ഈ സൈഡിലോട്ട് വെക്കുക, അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും ചെയ്യുന്നു 6 പ്രാവശ്യം ചെയ്യാം. നല്ല സ്ട്രെയിൻ ഉണ്ടാവും നമ്മുടെ ഫേസിന്. കുറച്ച് ഒരു വലിഞ്ഞൊരു ചെറിയ പെയിൻ പോലെ തോന്നും കുറച്ച് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ. അങ്ങനെ വരുന്നത് നമ്മുടെ മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യാനും നമുക്ക് നല്ല ഷേപ്പ് കിട്ടാനുമാണെന്നുള്ളത് മറക്കല്ലേ. അടുത്തത് നമ്മളുടെ ഡബിൾ ചിന്നിനും ഇവിടെ ഉള്ള ഫാറ്റും കുറയ്ക്കാനായിട്ടാണ്. നമ്മളുടെ താടി 2 ചുണ്ടും കൂട്ടി പിടിച്ചിട്ട് താടി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ പോവാണ്. ഒരു 3 സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് 5 ടൈംസ്. അടുത്ത് നമ്മുടെ താടിയിലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ട് നോക്കാൻ പോവുകയാണ്. എന്നിട്ട് താഴേക്കും മേളിലേക്കും. അടുത്തത് നമ്മൾ റൂഫിൽ നോക്കിയിട്ട് നമ്മളുടെ താടിയെല്ലിനെ മുന്നോട്ട് കൊണ്ടുവരാൻ പോവാണ്. ഇത് നമ്മളുടെ ഫേസിലുള്ള ഫാറ്റിനെ കുറയ്ക്കാനും ജോ ലൈൻസ് ഡിഫൈൻ ആവാനും ഡബിൾ ചിൻ പോകാനും കഴുത്തിൻ്റെ റിങ്കിൾസ് പോകാനും ഒക്കെയാണ്. അടുത്തത് നമ്മുടെ കഴുത്തിൻ്റെ റിങ്കിൾ സ്പാനും ഫേസ് ഫുള്ളുള്ള റിങ്കിൾ സ്പാനും ഉള്ളതാണ്. മേലിലോട്ട് നോക്കുക, സൈഡിലോട്ട് കൊണ്ടുവരിക, വായി നന്നായിട്ട് തുറക്കുക. സ്ലോലി തിരുപ്പി ഇപ്പുറത്ത് കൊണ്ടുവരിക, എന്നിട്ട് അങ്ങോട്ട്. നെക്സ്റ്റ് നമുക്ക് കണ്ണിന് മേലിലുള്ള പഫിനെസ് പാനും നെറ്റിയുടെ ചുളിവുകൾ പാനുമായിട്ട് ഐബ്രോസ് മേലിലോട്ട് ലിഫ്റ്റ് ചെയ്യുകയും താക്കുകയും ചെയ്യാം.
നെക്സ്റ്റ് നമ്മൾ നന്നായിട്ടൊന്ന് ചിരിക്കാൻ പോവാണ്. ലിപ്സ് കൂട്ടി പിടിക്കുക. നമ്മൾ എന്തോ കണ്ട് ആശ്ചര്യമായിട്ട് ചിരിക്കുന്ന പോലെ അങ്ങനെ ചിരിച്ചാൽ ഭയങ്കരമായിട്ട് സ്ട്രെസ് റിലീഫ് ആകുകയും ഓക്സിജൻ നമ്മളുടെ ഫേസിലോട്ടും നമ്മളുടെ ഹെയറിലോട്ടും ഒക്കെ നന്നായിട്ട് വന്നിട്ട് നമുക്ക് യൂത്ത്ഫുൾ സ്കിൻ കിട്ടുകയും ചെയ്യുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് 3 ആക്ഷൻ ഒന്നിച്ച് ചെയ്യാൻ പോവാണ്. അടുത്തത് നാക്ക് വെച്ചിട്ടാണ്. നാക്ക് ഒന്ന് മടക്കിയിട്ട് നമ്മുടെ വായിൻ്റെ മേലിലോട്ട് പ്ലേസ് ചെയ്യാം. എന്നിട്ട് വാ അടച്ചു പിടിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മേലിലോട്ട് പ്രസ് ചെയ്യാം നാക്ക് വെച്ച്. അതും 5 ടൈംസ് ചെയ്യുക. ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ 3 ടൈംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരൂ. എന്നിട്ട് 5 ടൈംസ് ചെയ്താൽ മതി. അടുത്തത് സിമ്പിളായിട്ടൊരു കാര്യമാണ്. ടേബിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഇങ്ങനെ വെക്കുക. കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മളുടെ ചിൻ പ്ലേസ് ചെയ്യുക. ഇങ്ങനെ നമ്മളുടെ താടി കയ്യെ വെക്കുക. എന്നിട്ട് വാ നന്നായിട്ട് തുറക്കുക. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്യാം ഫേസിൽ. ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് മാത്രം. അപ്പോൾ സ്റ്റീം ചെയ്യാം. ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഫുള്ള് പ്രോസസ്സിങ്ങും ദിവസവും രാവിലെ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫേസ് ഒരിക്കലും വയസ്സാകത്തില്ല. എല്ലാ ദിവസവും രാവിലെ ഇതുപോലെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഓയിൽ പുള്ളിങ് ചെയ്താൽ ഒരുപാട് നല്ലതാണ്. നമ്മുടെ ശരീരത്തുള്ള പിത്തം കഫം എല്ലാം വെളിയിൽ വരുന്നതാണ്. വെളിച്ചെണ്ണയ്ക്ക് വിലയാണ് എന്ന് ചിന്തിക്കേണ്ട. അറ്റ്ലീസ്റ്റ് 1-2 ദിവസമെങ്കിലും ചെയ്യാൻ നോക്കുക. അത് നമ്മളുടെ സൗന്ദര്യത്തെ കൂട്ടാനായിട്ട് വളരെ നല്ലതാണ്. കറിക്കകത്തൊക്കെ കുറച്ച് എണ്ണ കുറച്ചിട്ട് നമുക്ക് ഓയിൽ പുള്ളിങ് ചെയ്യാനായിട്ട് അത് മാറ്റി വെക്കാവുന്നതാണ്. എന്ന് വെച്ച് ബാക്കിയുള്ള എണ്ണയൊന്നും എടുത്ത് വായിലൊഴിക്കരുത്. അത് സ്വാളോ ചെയ്യുകയും ചെയ്യരുത്. തുപ്പി തന്നെ കളയണം. ബാക്കിയുള്ള എണ്ണ എന്ത് ചെയ്തു എന്ന് ചോദിച്ചിരുന്നു. അത് തുപ്പി തന്നെ കളയണം. കാരണം അതിൽ നമ്മുടെ ശരീരത്തിലെ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വന്ന് കലർന്നിട്ടുള്ളതായിരിക്കും. കഫം നമ്മുടെ ഇവിടെയൊക്കെ കൂടിയിരിക്കുന്നതൊക്കെ. അതുകൊണ്ട് അത് സ്വാളോ ചെയ്യരുത്. വെളിച്ചെണ്ണയാണെന്ന് പറഞ്ഞ് വിലയാണ് എന്ന് പറഞ്ഞിട്ട്. സോ ഇതെല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് നല്ലൊരു കോൺഫിഡൻസും ആത്മവിശ്വാസവും പുതിയൊരു ജീവിതവും നമ്മൾ നടക്കുന്ന പാതകളൊക്കെ സുന്ദരവും ഒക്കെ ആകും അല്ലേ. നമുക്ക് നമ്മളോട് തന്നെ ഒരു സന്തോഷം, ഒരു റെസ്പെക്റ്റ്, ജീവിതത്തിൽ എന്തൊക്കെയോ നമ്മൾ ചെയ്യണം. അതായത് ഇതൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സും നമുക്ക് വരും. എന്താണ്, കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ലൈഫിൽ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, അല്ലെ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം, കുറച്ച് പൈസയൊക്കെ മാറ്റി വയ്ക്കണം, നമ്മൾക്ക് കുറച്ച് ട്രാവൽ പോകണം. അങ്ങനെ കുറേ ഓരോരുത്തരുടെ സ്വപ്നങ്ങൾ ഡിഫറെൻ്റ് ആണ് അല്ലേ. അങ്ങനെ നമ്മളുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ നമുക്ക് പതുക്കെ പതുക്കെ നടക്കാം. സ്വപ്നങ്ങളെ പതുക്കെയല്ല ചേസ് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലേ. സ്വപ്നങ്ങളുടെ പുറകെ നമ്മൾക്ക് സഞ്ചരിക്കാം. എപ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ഭൂമി സുന്ദരമായിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും അവരവരുടേതായ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആശകളും ഒക്കെയുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായിട്ടിരിക്കാൻ നോക്കുക, പോസിറ്റീവായിട്ടിരിക്കാൻ നോക്കുക, പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുക. നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് നമ്മളുടെ ബ്രെയിനിൽ നിന്നും മനസ്സിൽ നിന്നുമാണ് ഇതൊക്കെ വരുന്നത് കൊണ്ട് നമ്മളുടെ ബ്രെയിനാണ് ആ പറഞ്ഞ കാര്യത്തിന് വേണ്ടി ഫസ്റ്റ് ആക്റ്റീവ് ആകുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മൾ എന്ത് നെഗറ്റീവ് പറയുന്നു അപ്പോൾ നമ്മളുടെ മൈൻഡും ബ്രെയിനുമാണ് അതിനുവേണ്ടി ഫസ്റ്റ് ആക്റ്റീവ് ആകുന്നതെന്ന് ഒരിക്കലും മറക്കരുത്. നമ്മളിപ്പോൾ ഒരാളോട് റിവഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ വിചാരിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ദ്രോഹിച്ചു, ഒരുപാട് ഇൻസൾട്ട് ചെയ്തു, ഒരുപാട് കഷ്ടപ്പെടുത്തി, മാനസികമായിട്ട് ബുദ്ധിമുട്ടി, എല്ലാവരുടെയും മുന്നിൽ ഇൻസൾട്ട് ചെയ്തു. നമ്മൾ അവരെ റിവഞ്ച് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മൾ അതിനു വേണ്ടി പ്ലാൻ ചെയ്യും, നമ്മൾ അതിനു വേണ്ടി ടൈം എടുക്കും. നമ്മളുടെ ബ്രെയിനും മൈൻഡും ശരീരവും എല്ലാം കൂടെ ഷ്രിങ്കായിട്ട് അതിനു വേണ്ടി അങ്ങ് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം അത് എവിടുന്നാണ് ആ റിവഞ്ച് അഫക്റ്റ് ആകാൻ തുടങ്ങിയിരിക്കുന്നത്? നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ ബ്രെയിനിൽ നിന്നും
ഒക്കെയാണ്. ഇത് ആരെയാണ് അഫക്റ്റ് ആകുക? ഫസ്റ്റ് നമ്മളുടെ സൗന്ദര്യത്തെയും നമ്മളുടെ യുവത്വത്തിനെയും ഒക്കെയാണ്. ഇതെവിടെയാണ് കൊണ്ടിടുക? നമ്മളെ കൊണ്ട് വയസ്സാക്കി പെട്ടെന്ന് കൊണ്ടിടും. നമ്മൾക്ക് എപ്പോഴും ഒരു സീരിയസ് ലുക്ക് വരും ഫേസിൽ. ഫേസ് സീരിയസ് ആയിട്ട് വെക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക നമ്മൾക്ക് 10 വയസ്സ് കൂടുതൽ തോന്നും. പ്ലസൻ്റ് ആയിട്ട് ചിരിച്ചിട്ട് എല്ലാവരോടും ഒന്ന് ഇടപെട്ട് നോക്കിക്കേ എന്ന് വെച്ച് മനസ്സെല്ലാവർക്കും കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു സന്തോഷം പ്രചരിപ്പിക്കുക, നല്ല സ്മൈൽ കൊടുക്കുക എല്ലാവർക്കും. അതെല്ലാം നിങ്ങളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ള എനിക്ക് പറയാനായിട്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് പറയണേ. ഒരുപാട് പുതിയ സബ്സ്ക്രൈബർ ഫാമിലിയിലോട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് അവരുടെ സ്നേഹം എന്നോട് കൺവേ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും ഒരു താങ്ക്സ്. എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മളുടെ ഫാമിലി അങ്ങനെ വളർന്ന് വലുതാവട്ടെ അല്ലേ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന നല്ല സന്തോഷമായിട്ടുള്ള ഒരു കുടുംബം അങ്ങനെ ആവട്ടെ നമ്മുടെ ചാനൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടമായെങ്കിൽ ഒരു കമൻ്റ് ഇടാൻ മറക്കരുത്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്സ്, ആ ഒരു സ്പ്രെയിനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് പറയണം. കാരണം ഉറപ്പായിട്ട് ഇവിടെയൊക്കെ നല്ല സ്പ്രെയിൻ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും. അതുകൊണ്ട് എന്താകുക, നമ്മളുടെ മസിൽസ് നല്ല സ്ട്രോങ് ആകുകയും ഒരിക്കലും താഴോട്ട് തൂങ്ങാതിരിക്കുകയും ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി വീണ്ടും കാണുന്നിടം വരെ ടേക്ക് കെയർ.